എവല്യൂഷൻ ഓഫ് ബോഡി പൊസിഷൻ ഇൻ റേസിംഗ്, പ്രത്യേകിച്ച് മോട്ടോർ ജിപിയിലെ ബോഡി പൊസിഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇപ്പോൾ 60s നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ബോഡി പൊസിഷനിൽ ചേഞ്ചസ് വരുത്താനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ തന്നെ ട്രാക്ഷനാണ്. ട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കധികം വിശ്വസിക്കാൻ പറ്റില്ല. ബോഡി പൊസിഷനും ഗ്രൗണ്ട് ക്ലിയറൻസ് തമ്മിലുള്ള ഒരു കണക്ഷൻ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ലീൻ ആംഗിൾ എന്ന് പറയുന്നത് 67 to 68 ഡിഗ്രിയൊക്കെയാണ് മാക്സിമം ലീൻ ആംഗിൾ വരുന്നത്. സോ അത് കഴിഞ്ഞ് ലീൻ ആംഗിൾ ചെയ്യാൻ പറ്റാത്തത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിൽ ഏതെങ്കിലും മെയിൻ ആയിട്ടുള്ള ഒരു സ്പെയർ അല്ലെങ്കിൽ ഏതൊരു ഭാഗം മീൻസ് ഗ്രൗണ്ടിനായിട്ട് കണക്ഷൻ വരികയും അതുവഴി അതിനൊരു ലിമിറ്റ് ആവുകയും അതുവഴി ഏതെങ്കിലും വലിയൊരു ക്രാഷ് വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. ആദ്യം നീ സ്ലൈഡ് ചെയ്തിരുന്നു, എൽബോ സ്ലൈഡ് ചെയ്തിരുന്നു, ഇപ്പൊ സ്ലൈഡ് ചെയ്യുന്നത് ഷോൾഡർ ആണ്. ഷോൾഡർ എന്ന് പറയുന്നത് ഒരു മാക്സിമം ലിമിറ്റ് ആയിട്ടുണ്ട്. ചില റേസേഴ്സ് എല്ലാം തമാശയ്ക്ക് ഹെൽമെറ്റ് കൂടി സ്ലൈഡ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയൊരു എവല്യൂഷൻ ആണ് മോട്ടോർ സൈക്കിൾ റേസിംഗിൽ വരുത്തിയിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ബോഡി പൊസിഷനിൽ ഇത്രയും ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത്? മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ടയേഴ്സ് തന്നെയാണ്. ടയേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും ബെറ്റർ ആയിട്ടുള്ള ടയേഴ്സ് ആയി. ഇനി അത് മാത്രമല്ല, മോട്ടോർ സൈക്കിളിന്റെ ഷാസിസ്, സസ്പെൻഷൻ, ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു ബോഡി പൊസിഷൻ ചേഞ്ചസ് വരുത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ലീൻ ചെയ്യുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് എടുക്കുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാ